ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ത്രോട്ട് ചക്രയാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ. അപ്പോൾ ഈ ഒരു സമയം, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിൽ തടസ്സങ്ങളൊന്നും തന്നെ വരാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേരത്തെ ഏതെങ്കിലും ആൾക്കാരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങൾക്കത് നിങ്ങളുടെ ഐഡിയ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരാളിനോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലോ അത് നമുക്ക് അത് പറ്റണം. നമ്മൾ പറയുന്നത് അവർ വിശ്വസിക്കണം, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ പറ്റണം. ചില ആൾക്കാർ തെറ്റ് ചെയ്യാതിരുന്ന ആൾക്കാർ മറ്റുള്ളവർ ഇങ്ങനെ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല, നമ്മളത് ചെയ്തിട്ടില്ല എന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിച്ചാൽ അത് പറ്റും എന്നുള്ളതാണ്. എന്ന് നിങ്ങളത് പറയാൻ ശ്രമിക്കുക. എന്താണോ നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സംസാരിച്ചത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. കുറേ കാലം കൊണ്ട് നിങ്ങൾ ഇത് പറയണം, പക്ഷെ അത് വേണ്ടാന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അത് പറഞ്ഞാൽ അവരെങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പറഞ്ഞവരെ ഫലിപ്പിക്കാൻ പറ്റും, നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ നമ്പർ 5 അപ്പോൾ 5 എന്ന് പറയുന്നത് ഒരു ചേഞ്ചാണ്. നമ്മൾ ഇപ്പം ആയിരുന്നൊരവസ്ഥയിൽ നിന്നും ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യം ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ആൾക്കാരും ഈ ഒരു സമയം അത് നിങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ത്രോട്ട് ചക്രയിലുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറി എന്നാണ് കാണുന്നത്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ആഘോഷത്തിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നിങ്ങൾ പുറത്തു പോവുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് കൂടാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സമയമായിരിക്കാം. വളരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് എന്തൊക്കെ ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അതിൽ തന്നെ അതിൽ തന്നെ ചിന്തിച്ചിരിക്കാതെ നമ്മളുടെ സിറ്റുവേഷൻ നമ്മളൊന്ന് മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ സ്ഥിരം ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാർ, നമ്മൾ പുറത്തിറങ്ങാതിരിക്കുന്ന ആൾക്കാർ, നമ്മളുടെ അവിടുത്തെ എനർജി എന്ന് പറയുന്നത്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻ കൊണ്ട് ഫുള്ളി നെഗറ്റീവ് ആയതായിരിക്കാം. അപ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമ്മളുടെ എനർജി ലെവൽ മാറും. എപ്പോഴും നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഓഫീസ് വീട് എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് അതിന് മാറ്റമില്ല, നമ്മൾ മാറ്റമില്ല, അതുകൊണ്ട് ആ ഒരു എനർജി മാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് പുറത്ത് ഈ സ്ഥിരം ചെയ്യുന്നതല്ലാതെ, അല്ലെങ്കിൽ സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്തല്ലാതെ ഒന്ന് മാറി നിങ്ങളൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് മാറി ഒന്ന് പുറത്ത് യാത്ര ചെയ്തിട്ട് ഒന്ന് കടൽക്കരയിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഒരു കൂട്ടുകാരുമായിട്ടുള്ളൊരു യാത്രയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളവരാണെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ശീലിക്കുക. അത് ശരിക്കും നമ്മളെ വേറൊരു ലെവലിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ, അതിന് പറ്റുന്ന ആൾക്കാർ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടൂട്ടാ അങ്ങനെ ചെയ്താൽ. അതോറിറ്റിയാണ്. ഇതൊരു നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കാര്യം അത് നിങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. അധികാരം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു സമയമാണ്.
കാരണം കുറേ ആൾക്കാർക്ക് ഇതൊരു പ്രമോഷൻ പോലെയുള്ള കാര്യമോ അതിൻ്റെ ഒരു ന്യൂസൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ എന്തോ കാര്യം വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്തായിത്തീരണം എന്ന് നിങ്ങൾ ചിന്തിച്ചു, അത് നിങ്ങളായിത്തീരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾ ചിലപ്പം ഈ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഇതൊരു അപ്പിയറൻസിൻ്റെ ഒരു ഇതാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് മാറിയല്ലോ, കാണാൻ വേറൊരു പണ്ടത്തെ പോലെ അല്ലല്ലോ, മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ അപ്പിയറൻസ് നല്ലതാക്കി വെക്കാൻ ശ്രമിക്കുക. നമ്മൾ എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ എന്ന് ചിന്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളാണ് അങ്ങനെ ഇതൊക്കെ മതി എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ അല്ല, അങ്ങനെ ഇരിക്കാതിരിക്കുക. നമുക്ക് പ്രായം ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ ഏത് പ്രായത്തിലും അതിൻ്റേതായ ആ ഒരു നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ പ്രായമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ 40സോ 50സോ 60സോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ ഏറ്റവും നല്ലതായിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാ പ്രായത്തിലും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആകണം നമ്മളുടെ, അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ആ ആറ്റിറ്റ്യൂഡുള്ള കുറേയധികം ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ എപ്പോഴും കുറച്ചൊന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എക്സർസൈസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കൂടി എന്നാണ് കാണുന്നത്. ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാധിക്കാനിരിക്കുന്നു, അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളതാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പോയത് അത് ഫുൾഫിൽ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഫുൾഫിൽ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ ഇരുന്നൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം. അപ്പോൾ അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നമ്മൾ കൊള്ളാലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ സ്വയം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കതിന് പറ്റൂല, എനിക്ക് അങ്ങനെ ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കതിന് കഴിവില്ല, എനിക്ക് പറ്റൂല. അങ്ങനെയുള്ള ആൾക്കാർ ആ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി വയ്ക്കുക. ഈ കാലഘട്ടം മാറിയെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ 2025 ജീവിക്കുന്നത്. അപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ പഴയ പോലെ അല്ല, അതിൽ മാറ്റം വരുത്തേണ്ട സമയം ഒരുപാട് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പ്രായമൊക്കെ മറന്ന് വളരെ ഹാപ്പി ആയിട്ട് ഏത് പ്രായത്തിലും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ കുഞ്ഞിലേ നമുക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അന്ന് ചിലപ്പോൾ നമ്മളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യമോ ഈവൻ ഒരു ഫാമിലി ആകുമ്പോൾ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും അത് ചെയ്യാൻ തുടങ്ങുക. ആർക്കും ഒന്നും മറ്റാർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സന്തോഷങ്ങൾ മാറ്റി വയ്ക്കാതിരിക്കുക. കാരണം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്കാണ് എന്നുള്ളൊരു ചിന്ത വേണം. എല്ലാവർക്കും വേണം അത്. കാരണം എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത്. ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ള എല്ലാവരും അവരവരുടെ സന്തോഷങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം നമ്മളുടെ സന്തോഷങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത്, അത് മാറ്റിവെക്കാനും പോകരുത്. നമ്മളുടെ സന്തോഷം എന്താണോ അത് പൂർണ്ണമായും ചെയ്ത് തീർത്തിട്ട് വേണം ഈ ജീവിതം നമുക്ക് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് അവസാനിക്കാൻ, അത് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജീവിതം തീരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഫുൾഫിൽ ചെയ്ത അവസ്ഥയിൽ വേണം നമ്മൾ ഈ ലോകം വിട്ടു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയത്, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, ആൾറെഡി ചെയ്ത് കഴിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ഹാർട്ട് ചക്രയാണ്. അപ്പോൾ ഇതിലും ഹാർട്ട് ചക്ര ഹീൽ ചെയ്ത ആൾക്കാരുടെ എനർജി. കാരണം ഇതിൽ വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ്. നമ്മൾ എല്ലാ
ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താലേ നമുക്ക് സന്തോഷം വരുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുക. നമ്മളെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ശേഷം നമുക്ക് സന്തോഷിക്കാമെന്ന് വിചാരിക്കാതിരിക്കുക. അങ്ങനെയുള്ള ചിന്തകളേ വേണ്ട. നമ്മൾ കുഞ്ഞു കാര്യങ്ങളിലും ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അത് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് വീണ്ടും വീണ്ടും അതുപോലെ ചെയ്യാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മളുടെ ഹാർട്ട് ചക്രയിൽ കുറേ നമ്മൾ വേസ്റ്റ് ഇങ്ങനെ ഡബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അത് അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത ചിന്തകൾ, നഷ്ടബോധം, ചീറ്റ് ചെയ്തത്, നമുക്ക് നടക്കാതെ പോയ കാര്യങ്ങൾ, നമ്മളെ വേദനിപ്പിച്ച സംഭവങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ ഹൃദയത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നായിട്ട് നമ്മളെടുത്ത് പുറത്ത് കളയുക. അത് സമയമെടുക്കും. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതെല്ലാം ഈ വേദനകളെല്ലാം ഹൃദയത്തിൽ നിന്ന് ഓരോന്നായിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യുക. ഓരോന്നായിട്ട് പതിയെ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഹാർട്ട് ചക്ര എംറ്റി ആവും. അപ്പോൾ അത് അവിടെ സന്തോഷം നിറയും എന്നുള്ളതാണ്. നമ്മളുടെ ഹൃദയത്തിൽ കുറേ സങ്കടം നിറച്ച് വെച്ചാൽ അവിടെ സന്തോഷത്തിന് ഇരിക്കാനുള്ള സ്ഥലം ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു വലിയ ഒരു ഇതിൽ ആവശ്യമില്ലാത്ത എല്ലാം കൂടെ നമ്മളിങ്ങനെ വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ കൂട്ടി വയ്ക്കും. അപ്പം പിന്നെ അവിടെ നല്ലൊരു കാര്യം എടുത്ത് വയ്ക്കാൻ സ്ഥലമില്ലല്ലോ. അത് മനസ്സിലാക്കുക എപ്പോഴും. നമ്മൾ അതിനാണ് ക്ലെൻസ് ചെയ്യണം എന്ന് പറയണം. നമ്മൾ ശരീരവും മനസ്സും ക്ലെൻസ് ചെയ്യുക. നമ്മൾ ശരീരം ക്ലെൻസ് ചെയ്യാൻ നമുക്ക് ഉപ്പുവെള്ളം ഉപയോഗിക്കാം. കർപ്പൂരം, നമുക്ക് എന്തെങ്കിലും നെഗറ്റീവൊക്കെ വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കർപ്പൂരം എടുത്ത് കത്തിച്ച് അല്ലെങ്കിൽ ഉഴിഞ്ഞിട്ട് അത് കത്തിച്ച് കളയുമ്പോൾ നെഗറ്റീവ് എനർജി പോകും എന്നാണ് വിശ്വാസം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഉപ്പുവെള്ളത്തിൽ കുളിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ മനസ്സിനെ ക്ലെൻസ് ചെയ്യാൻ നമ്മൾ പ്രാണായാമവും മെഡിറ്റേഷനും ചെയ്യുക. ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് സന്തോഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. നമ്മൾ എപ്പോഴും തിരമാല പോലെ വരുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് വിഷമമുള്ള കാര്യങ്ങളാണ്. അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഒന്നുമില്ലെങ്കിലും ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന ആ ഒരു 1 hour നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എപ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത്, ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ ആ കേൾക്കുന്ന സമയത്തെങ്കിലും ഈ ഒരു 24 മണിക്കൂറിൽ ഒരു 1 hour എൻ്റെ മെസ്സേജ് കേട്ടിട്ട് അവർക്കൊന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റിയാൽ ഞാൻ ചെയ്യുന്ന കാര്യം വിജയിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അതിൽ സക്സസ് ആയി എന്ന് തന്നെ എനിക്കറിയാം. കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് ദിവസവും മെസ്സേജ് അയക്കാറുണ്ട്. ഇത് കേട്ടതിന് ശേഷം ജീവിതം മാറിപ്പോയി, ഒരുപാട് നിങ്ങളുടെ ഒരുപാട് മാറ്റം വന്നു എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഇപ്പം ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അത് തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു നിയോഗമാണ്. അപ്പോൾ ദൈവം ഒരു ടൂളായിട്ട് എന്നെ ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സ്നേഹം നിങ്ങളെ മാറാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലായി കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ പവറാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്കുള്ള പവർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഉള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിഡൻ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക വേണ്ട. ഇപ്പം കുറേ കടബാധ്യത ഉണ്ടായിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ പവർ കൊണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ജോസഫ് മർഫിയുടെ ഒരു പുസ്തകമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് വായിക്കാട്ടോ, പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അത് നമ്മളുടെ മനസ്സിന് എത്രമാത്രം എന്തൊക്കെ പവറുണ്ട്, എന്തൊക്കെ കഴിവുകളുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറ്റുമെന്നുള്ളൊരു പുസ്തകം വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അത് ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി, ഓഡിയോ ബുക്കൊക്കെ കിട്ടും. അത് കേട്ടോണ്ടേയിരിക്കുക. നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും നമ്മൾ ടെൻഷനിലാണെങ്കിലും നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്ന് ഡൈവേർട്ട് ചെയ്ത് കളയുക. നമ്മൾ ഇപ്പോൾ ഓഡിയോ ബുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിനും ഓഡിയോ ബുക്കുണ്ട്, എല്ലാ ബുക്സിനും ഓഡിയോ ബുക്കുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് വെറുതെ നിങ്ങൾ പണിയെടുക്കുമ്പോൾ ഇതൊന്ന് കേട്ടോണ്ട് പണിയെടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക്
സ്പിരിച്വലായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ബുക്സ് ഉണ്ട്. ഇതെല്ലാം കേട്ടുണ്ട് നമ്മളുടെ ചിന്തകളെ നമുക്ക് ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് നോക്കാം. പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു മെസ്സേജാണ്. നിങ്ങൾ അകത്ത് അടച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തോ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നിങ്ങളത് പുറത്തിറങ്ങി എന്നുള്ളതാണ്. നിങ്ങളതിനുള്ള ആരംഭം കുറിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് പറ്റാതിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എനിക്കിത് പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ ആ ഒരു സേഫ് സോണിൽ നിന്ന് അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ധൈര്യം വേണം. നിങ്ങൾക്ക് ഈ സമയം കുറച്ച് ധൈര്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ടു ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ 2 വഴികളുണ്ട്. അതിൽ ഏതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത് പറഞ്ഞു തരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ പുറത്തൊരിടത്തൊന്നും ഒരു ഗൈഡൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. കാരണം ഇവിടെ ഒരു മൂണുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങളുടെ ഈ കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നു. നിങ്ങൾക്ക് ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു ബോൺ കാർഡുണ്ട്. അപ്പം നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി ഉണ്ട്, ഇൻഡ്യൂഷനുണ്ട്. അപ്പം ആ ഇൻഡ്യൂഷൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞിരുന്നുണ്ട്. അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റമായിരിക്കാം. നമ്മൾ ശ്രമിച്ചാൽ മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അത് മനസ്സിലാക്കാം. നമ്മൾ ശ്രമിക്കണം. പക്ഷേ നമ്മളത് ശ്രമിക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കണം, പ്രതീക്ഷയോടെ ഇരിക്കണം. പ്രതീക്ഷയില്ലെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല കേട്ടോ. അപ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കുക. എല്ലാം നല്ലത് സംഭവിക്കും. അല്ലെങ്കിൽ ഇപ്പം സംഭവിക്കുന്ന ആ ഒരു കാര്യത്തിൽ എൻ്റെ കർമ്മയായിരിക്കണം, അത് റിലീസായി പോട്ടെ എന്ന് ചിന്തിക്കുക. ഇത് ഞാൻ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കാര്യമാണ്. അതൊന്ന് റിലീസായി പൊക്കോട്ടെ, സറണ്ടർ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു വളരെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറിയിട്ട് വളരെ സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഹാങ്ഡ് മാനാണ്. ഇതിൽ ഒരു സ്പിരിച്വൽ എവേക്കണിങ്ങിൻ്റെ സമയമാണ്. കണ്ട, ഇത് നിങ്ങളുടെ ഹാർട്ട് ചക്രയാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇത് ഹാർട്ട് ചക്രയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകുന്നു എന്നുള്ളതാണ്. ഹീലാകുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ അതിന് ശ്രമിച്ചു, അത് ഹീലാക്കി എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം നിറയെ ഇപ്പം സന്തോഷമായിരിക്കട്ടെ, സന്തോഷമാണ് എന്നാണ് കാണുന്നത്. സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അത് പുതിയ സ്റ്റാർട്ടാണ്. പുതിയതായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഇനി ഈ വിഷമമൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഇതിൽ കുറേ ആൾക്കാർക്ക് ഇതൊക്കെ ഇപ്പോഴും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ മാറി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചില ആൾക്കാർ അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരാളിനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ സെയിം ആയിട്ട് ആ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഏതാളിനെയാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കാത്തിരിക്കുന്നത്, ആ ഒരാൾ നിങ്ങളെയും കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് സെയിം ആണ് എന്നുള്ളതാണ്. ഇതൊരു പാസ്റ്റ് ലൈഫിൽ ഉള്ള ഒരു കണക്ഷനാണ്. അപ്പം നിങ്ങളുടെ അതേ ഒരു എനർജി അവിടെയും കിട്ടുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഇമോഷനായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെ ആ ഒരാൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണം എന്നൊക്കെ, നിങ്ങളൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ ഈ സമയം ആ ആളിൻ്റെ മനസ്സിലും വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്.
ആ ഒരാൾ തിരിച്ചു വരാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരാളുടെ എനർജി നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഓരോ ഓർമ്മകൾ വരുന്നത് എന്നാണ് കാണുന്നത്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർ കാർമികമായിട്ടുള്ള കുറേ കെട്ടുപാടുകളിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അവർക്കത് മാറാൻ പറ്റൂല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ കാർമികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരൊക്കെയും കുറേ ആൾക്കാരും ഈവൻ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ ഒക്കെ തന്നെ കാർമിക് ആയിട്ടുള്ള ആയിരിക്കാം. ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ അങ്ങനത്തെ ഒരു കർമ്മം ഫാമിലി റിലേഷൻഷിപ്പിലോ വരുന്ന ആ ഒരു കർമ്മം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും കുറേ ആൾക്കാർ കാർമികമായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഈവൻ അച്ഛനും അമ്മയും തന്നെ കാർമികമായിട്ട് ഒരുപാട് ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എനർജി കാണുന്നുണ്ട്. അപ്പം അമ്മമാർ നമുക്കത് മറ്റുള്ളവരത് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കുപോലുമില്ല. എൻ്റെ അമ്മ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ ഇത്രയും ദ്രോഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പം മറ്റുള്ളവരൊക്കെയും പുറത്തുള്ള ആൾക്കാർ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പം എന്തോ ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അതങ്ങനെ തന്നെയാണ് താനും, അങ്ങനെയാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഫാമിലിയിൽ കുറേ കാർമികമായിട്ടുള്ള കെട്ടുപാടുകളുള്ള കുറേ ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ കുട്ടികളായിരിക്കാം അത്. നിങ്ങളുടെ കുട്ടികൾ കാർമികമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, കുട്ടികളാണ് മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. അവരാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം അവരുടെ എന്തെങ്കിലും ഒരു കാർമ്മ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ എപ്പോഴെങ്കിലും അവരോട് ചെയ്ത ആ ഒരു കാര്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളായിട്ട് വന്ന് അവർ ജനിക്കും. എന്നിട്ട് അവരിലൂടെ നമ്മളുടെ കർമ്മ റിലീസ് ചെയ്യും. നമ്മളെപ്പോഴും ഇവരെ ബ്ലെസ് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക ഇവർ കാർമികമാണ്. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ജന്മത്തിൽ നമ്മളുടെ കൂടെ എത്തിയത്, അല്ലെങ്കിൽ അവരാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അത് സോള്, ഈ കുട്ടിയുടെ ആത്മാവും നിങ്ങളുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സോള് നിങ്ങൾ ജന്മം എടുക്കുന്നതിന് മുന്നേ എന്നെ ഒരു സോൾ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങളും അവരും ഒക്കെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. കുട്ടികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ ഒരുപാട് പെയിനിലാണെങ്കിൽ അത് മനസ്സിലാക്കുക. ഇതൊരു സോൾ കോൺട്രാക്റ്റിൻ്റെ ബലമായിട്ട് അനുഭവിക്കുന്നൊരു ഇതാണ്. നിങ്ങൾ അവരോട് മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നേരിട്ടല്ല, ഹോപ്പുനോപോനോ പ്രെയർ വളരെ നല്ലതാണ്. അത് കർമ്മ റിലീസ് ചെയ്യാൻ. അങ്ങനെ കർമ്മ ആ തരത്തിലൊക്കെ കർമ്മ റിലീസ് ചെയ്ത് കളയുക. ഡബിൾ കാർഡാണ് വന്നിട്ടുള്ളത്. കുറച്ച് നെഗറ്റീവ് ഇമോഷനിലിരിക്കുന്നു എന്ന് പറയാം. ചിലപ്പോൾ പുറത്തുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഇതാണ്. കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ കേട്ടോ ഈ ഒരു എനർജി. ഡെവിൾ എനർജി കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഒരു ഇല്യൂഷൻ വേൾഡിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് പെട്ടെന്ന് ഭയമാണ്, എല്ലാ കാര്യത്തെക്കുറിച്ചും ഭയമാണ്. മാത്രമല്ല പുറത്തുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അത് എന്തെന്ന് അറിഞ്ഞൂടാ. അത് പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ദൃഷ്ടിദോഷം പോലെയുള്ള കാര്യമായിരിക്കാം. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ വളരെ ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത്. ഇതൊരു ഇങ്ങനെ സംസാരിച്ചതിലുള്ള പ്രശ്നം അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ആരെയും തന്നെ മാക്സിമം നമ്മളൊന്നും പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കാതിരിക്കണം കേട്ടോ. ഇതിനൊക്കെ ഞാൻ മറുപടി പറയേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. പലപ്പോഴും നമുക്ക് ഉചിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോകാതിരിക്കുക. പെട്ടെന്നൊന്നും ആരെയും വൈരാഗ്യം നമ്മൾ സമ്പാദിക്കാതിരിക്കുക. അതൊക്കെ എപ്പോഴും മനസ്സിലാക്കണം. ഇതൊരു മറ്റാരോ സംസാരിച്ചത് കൊണ്ട് അവരുടെ ഒരു നാക്കാണല്ലോ. അപ്പോൾ അവരുടെ ഒരു സംസാരം കൊണ്ട് നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്.
നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ഉയർച്ചയിലേക്ക് പോകാതെ ചിലപ്പോൾ ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, എപ്പോഴും ഇങ്ങനെ പ്രാഗി നന്നാവരുത്, നന്നാവില്ല, നശിച്ചു അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ, അവരുടെ എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു സമയം. അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിനായിരിക്കാം. അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ, നല്ല പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചത് റിലീസ് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്, മാക്സിമം അതിന് ഞാൻ മറുപടി തരാനും ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും യാത്രയിലാവുമ്പോഴാണ് കേട്ടോ എനിക്ക് ഈ കമൻറ്റിന് മറുപടി അത്രയും പെട്ടെന്ന് തരാൻ പറ്റാത്തത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ കാണുന്ന കമൻറ്റ് എനിക്ക് പറ്റുമെന്നുള്ള സമയം ഞാനത് കമൻറ്റിന് റിപ്ലൈ തരാറുണ്ട്. താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കണം കേട്ടോ. അപ്പം എപ്പോഴും വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.